ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സോസേജ് കറി ആയാലോ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റൗവിൽ ഒരു ഫ്രൈങ് പാൻ അല്ല ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഇത് നമുക്ക് സോസേജ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജുകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് സോസേജാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ഓയിലിനകത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട, ഒന്ന് ഹാഫ് ഫ്രൈ ആയിട്ടും എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഫ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോസേജ് ഏകദേശം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാൽ മതി, ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ 2 സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വഴന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി തീ കുറച്ച് വെച്ച് ഇതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാതെ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഓർക്ക തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണേ, അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകും. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സോസേജ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഫുള്ള് സോസേജിലോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. റോസ്റ്റായിട്ട് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം, കറിയായിട്ട് ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. തീ നമ്മൾ കുറച്ച് ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്, ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ സോസേജിന് നമുക്ക് അധികം ഉപ്പ് വേണ്ട. നമ്മൾ സവോള വഴറ്റിയപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു. അതുകൊണ്ട് ഇതിന് ഒരുപാട് ഉപ്പ് വേണ്ട സോസേജിന്. അപ്പോൾ ഉപ്പ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം നമുക്ക് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് നോക്കാം. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിലേക്ക് തീ വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കരിയാപ്പിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. തീ കുറച്ച് വെച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ സോസേജിൻ്റെ ആ ഒരു അവസ്ഥ.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിനകത്ത് തക്കാളിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അത് പക്ഷേ ഈ സോസേജൊക്കെ നമ്മൾ ആ മസാല ഇട്ട ടൈമിലല്ലേ, ആ ടൈമിൽ നമുക്കൊരു തക്കാളി കഴിഞ്ഞിടാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം. ഇല്ലയെന്ന് വെച്ചാൽ ഈ നമ്മുടെ ടൊമാറ്റോ സോസ് ഇട്ട് കെച്ചപ്പ് അതിടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ മിക്കപ്പോഴും കെച്ചപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കെച്ചപ്പ് ഈ അവസരത്തിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിനധികം വേവൊന്നും വേണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്തിട്ട് ചെയ്തതായതുകൊണ്ട് ഒരുപാട് വേകേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇതിനിടയ്ക്കൊരു കാര്യം പറയാമെന്ന് ഓർത്തു. നിങ്ങൾ പൈസ ഏൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു ജോബിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഡെയിലി ഒരു 2 to 3 hours മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു 2K തൊട്ട് 10K വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലിരുന്ന് ചുമ്മാ നിങ്ങളിപ്പോൾ ആരും ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഡെയിലി കുറച്ച് സമയം മാറ്റി വെക്കാനായിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അങ്ങനെ നമ്മുടെ സോസേജ് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.